ശ്രീ സജീവ് ജോസഫ്, അങ്ങേക്ക് 6 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ എം വിജിൻ MLA അവതരിപ്പിച്ച ഈ പ്രമേയത്തോട് പൊതുവെ ഞാൻ യോജിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ വിയോജിപ്പ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. സർ, നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും ഗുരുതരമായ ഈ കുംഭകോണം ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത്, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളെ കരുവാരിത്തേക്കുന്ന, അപമാനിക്കുന്ന ആ വാക്കുകൾ പ്രമേയത്തിൽ ഒരു കാരണവശാലും ഉൾപ്പെടുത്താൻ പാടില്ലാത്തതായിരുന്നു. അത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് എന്ന് പറയുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള കുംഭകോണങ്ങളെ, അഴിമതികളെ, സ്വജനപക്ഷപാതത്തെ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന പത്രമാധ്യമങ്ങളെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സർ, 10,000-കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ അസാധാരണമായ ഒരു ദശാസന്ധിയിലൂടെയാണ് സർ നമ്മുടെ രാജ്യം കടന്നുപോകുന്നത്. സർ, പരീക്ഷകളെ സധൈര്യം നേരിട്ടെങ്കിലും ഒരു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ ജുഗുപ്സാഹമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിർനിമേഷമായി നോക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ദൈന്യത കേരള നിയമസഭ ഏറെ ഗൗരവത്തോടെ കാണുകയാണ് സർ. സർ, നീതിക്ക് വേണ്ടി തെരുവുകളിൽ പോരാടുന്ന എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സർ, വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷവും നടത്തുന്ന ജനകീയ പോരാട്ടങ്ങൾക്കും ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പിന്തുണ പ്രഖ്യാപിക്കേണ്ടതാണ്. സർ, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന നമ്മുടെ പ്രവേശന പരീക്ഷകൾ, ആ പരീക്ഷകൾ സർ വിദ്യാർത്ഥിയുടെ മാത്രമല്ല, എത്രയോ കുടുംബങ്ങളുടെ കൂടി ഭാവി നിർണ്ണയിക്കുന്നതാണ്. ഉറക്കമൊഴിച്ച് കഠിനാധ്വാനം ചെയ്ത് ഓരോ വിദ്യാർത്ഥിയും മത്സര പരീക്ഷകളിൽ മാറ്റിവെക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ 24 ലക്ഷം പേർ എഴുതിയ UG നീറ്റ് പരീക്ഷയും UGC നെറ്റ് പരീക്ഷയും, ഇതിൽ നടന്ന ക്രമക്കേടുകൾ സാറേ രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തിൻ്റെ വിശ്വാസ്യതയും പവിത്രതയും തകർത്തിരിക്കുകയാണ്. മെയ് 5-ന് നീറ്റ് പരീക്ഷ നടന്നു. 4750 കേന്ദ്രങ്ങളിൽ 24 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഈ മാസം ജൂൺ മാസം 14-ാം തീയതിയാണ് നമ്മൾ റിസൾട്ട് പ്രതീക്ഷിച്ചത്. പക്ഷേ അസാധാരണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം ജൂൺ 4-ന് തന്നെ നീറ്റ് റിസൾട്ട് പുറത്തുവിട്ടത് അന്ന് തന്നെ. അതാണ് ഇതിൻ്റെ ദുരൂഹത ഏറ്റവും വർദ്ധിപ്പിച്ചത്. അസാധാരണമായ വിധത്തിൽ 67 വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടി. ഇതിൽ 6 പേർ ഹരിയാനയിലെ ഒരേ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ. 720-ൽ 718-ഉം 719-ഉം സ്കോറോടെ ചില വിദ്യാർത്ഥികൾ നേടിയിട്ടുള്ള അസാധാരണമായ വിജയം സംശയം കൂടുതലാക്കി. ഇത്രയും മാർക്ക് നേടൽ അസാധാരണമാണ് എന്ന ചിന്തയാണ്, ചർച്ചയാണ് പിന്നീട് ഈ അഴിമതിയും ഈ ക്രമക്കേടുകളുമെല്ലാം പുറത്തു കൊണ്ടുവരാൻ ഇടയായത്. ക്രമക്കേടുകളും പേപ്പർ ചോർച്ചയും സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ച നിരവധി പരീക്ഷാർത്ഥികൾ രംഗത്ത് വന്നു. സമയക്കുറവിൻ്റെ പേരിൽ 1563 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകി, ഉയർന്ന റാങ്ക് നൽകി, യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഗ്രേസ് മാർക്ക് നൽകി മുന്നോട്ട് പോയി. ഇങ്ങനെ അനധികൃതമായി ഗ്രേസ് മാർക്ക് നൽകിയ നടപടി അത് രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ചു. വിവാദമായപ്പോൾ മാത്രമാണ് അത് പിൻവലിച്ചത്. ആ കുട്ടികൾക്കായി ഗ്രേസ് മാർക്ക് നൽകി അത് ക്യാൻസലാക്കിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷ നടത്തിയപ്പോൾ 813 കുട്ടികൾ മാത്രമാണ് എഴുതിയത്. ഈ ഹാജർ കുറവ് തന്നെ ആരോപണങ്ങൾ കൂടുതൽ ശരിവെക്കുന്ന നിലയിലേക്ക് എത്തിച്ചു. സർ, നിയമവും ചട്ടവും പറഞ്ഞ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളെ അടിവസ്ത്രം പോലും പരിശോധിച്ച് ക്രൂരമായി ആനന്ദിച്ചവരാണ് സാർ ഇപ്പോൾ ഈ പ്രതിക്കൂട്ടം നിൽക്കുന്നത്. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSSൻ്റെ രഹസ്യ അജണ്ട നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ ആ സംവിധാനത്തെ തന്നെ മുഴുവൻ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഉപകരണമാക്കി മാറ്റിയിരിക്കുകയാണ്. പരീക്ഷ അട്ടിമറികളിലൂടെ
2 കോടിയോളം വരുന്ന വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും രക്ഷിതാക്കളെയുമാണ് ഈ സർക്കാർ കണ്ടുപിടിച്ചത്. പരീക്ഷകളിലെ ക്രമക്കേട് മാത്രമല്ല, ഇതിനായി ആസൂത്രിതമായി പല നീക്കങ്ങളും ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ നടന്നുവെന്ന് അറസ്റ്റിലായവരുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ് സർ. നെറ്റ് പരീക്ഷയും ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ റദ്ദാക്കിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രവേശന പരീക്ഷ പോലും നടത്താൻ കഴിയാത്ത മോദി സർക്കാർ രാജ്യത്ത് അരാജകത്വമാണ് സൃഷ്ടിക്കുന്നത്. ഈ ഗുരുതരമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പ്രവേശന പരീക്ഷകൾ സുതാര്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയപ്പോൾ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്തിയത്. സാർ, പലപ്പോഴും രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന നരേന്ദ്രമോദി, അത് പലപ്പോഴും ഏറ്റുപിടിക്കുന്ന കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി, ചില ഇടതു നേതാക്കൾ, അവരൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ദീർഘവീക്ഷണം, ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇനിയെങ്കിലും ഉൾക്കൊള്ളണമെന്ന് ഈ സന്ദർഭത്തിൽ